തൃശൂർ പെരുമ്പ്ലാവിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ യുവാവ് കൊല്ലപ്പെട്ടു. മരത്തങ്കോട് സ്വദേശി അക്ഷയാണ് കൊല്ലപ്പെട്ടത്. അക്ഷയെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ മുന്നിലിട്ടാണ്. കഞ്ചാവ് വിൽപ്പന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. ഒരു പ്രതി പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. സൂരജ്, എന്താണ് കൃത്യമായി സംഭവിച്ചത്? മൂവരും ഇത്തരത്തിൽ ലഹരി ഇടപാട് നടത്തുന്നവരാണോ? കൊലപാതകത്തിലേക്ക് നയിച്ചത് ലഹരി വിൽപ്പനയിലെ ലാഭവിഹിതത്തെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണോ? എത്ര പേർ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്? എത്ര പേർക്ക് കൃത്യമായി ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്? സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി വിൽപ്പനയിലെ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കം തന്നെയാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചതെന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ന് 8:30 പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിൽ ഈ ക്രൂരകൃത്യം അരങ്ങേറുന്നത്. ഈ 8:30 ഈ കൊല്ലപ്പെട്ട അക്ഷയും ഭാര്യയും സുഹൃത്തായ ലിഷോയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് ഈ ലിഷോയും ബാദുഷയും ചേർന്ന് ഈ അക്ഷയെ ആക്രമിക്കുന്നത്. ആ സമയത്ത് അക്ഷയ് സ്വയം പ്രതിരോധത്തിന് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ബാദുഷയ്ക്കും പരിക്കേറ്റു. പക്ഷേ ഇവർ തുരുതുര ഈ അക്ഷയെ വെട്ടി എന്നുള്ളതാണ് പറയുന്നത്. ഈ വെട്ടുന്നത് കണ്ടു നിൽക്കാനാകാതെ ഭാര്യ അവിടെ നിന്ന് ഓടി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുന്നു. അങ്ങനെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലെത്തി ഈ കാര്യം പറയുന്ന സമയത്താണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. പക്ഷെ അവരവിടെ എത്തുമ്പോഴേക്കും ബാദുഷയും അക്ഷയും അവിടെ നിന്ന് മാറിയിരുന്നു. പക്ഷെ പരിക്കേറ്റ ബാദുഷ പിന്നീട് ഈ പെരുമ്പിലാവിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്നാണ് ഈ ബാദുഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പക്ഷെ ഇവിടെ നിന്ന് ഒളിവിൽ പോയ ലിഷോ എവിടെയാണെന്ന് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക തെരച്ചിലാണ് ഇപ്പോൾ ഈ മേഖലയിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് ഈ സംഘം ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. ആ സമയത്ത് ഈ ലഹരി വിൽപ്പനയെ ചൊല്ലി ഉണ്ടായ തർക്കം, അതായത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി ഉണ്ടായ തർക്കം, അത് ഈ കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാം എന്ന് മുൻനിർത്തിയുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തന്നെ നേരിട്ട് ഈ മേഖലയിലെത്തി. അദ്ദേഹം തന്നെ നേരിട്ടുകൊണ്ട് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നു. പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലിന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ പെരുമ്പിലാവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പ്രതിയെ വലയിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. കാരണം ഈ കൊലപാതകത്തിന് ശേഷം ലിഷോയ് സ്വാഭാവികമായും അധിക ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ പ്രതിയെ അധികം വൈകാതെ പിടികൂടുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട അക്ഷയ്ക്കും അതുപോലെ തന്നെ ഇതിൽ പ്രതിയായിട്ടുള്ള ലിഷോയ്ക്കും ബാദുഷയ്ക്കും കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഈ ലഹരി കച്ചവടമാകട്ടെ മറ്റ് അക്രമ സംഭവങ്ങളാകട്ടെ അതിലെല്ലാം കൃത്യമായ പങ്കും കേസുകളുമുള്ള ആളുകളാണ് മൂവരും എന്നാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. സുഹൈൽ, ശരി, അന്ത്യമില്ലാതെ എത്രാമത്തെ കൊലപാതകമാണ്? ലഹരി മാഫിയ സമൂഹത്തിൽ പിടിമുറുക്കുന്നു. ലഹരി വിൽപ്പനയെ ചൊല്ലിയുള്ള തർക്കം, ഇത്തരത്തിൽ പരസ്പരം കൊന്നൊടുക്കുന്ന വാർത്തകൾ ദിനം പ്രതി വരുന്നു.